ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഉള്ളിത്തണ്ട് തോരനായിട്ടാണ്. ഇത് ഉള്ളിത്തണ്ട് അതല്ലെങ്കിൽ സ്പ്രിംഗ് ഒനിയൻ എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ്. ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതും കൂടിയാണ് ബാക്കി മുറിച്ചിട്ട് അതിലേക്ക് ചേർക്കേണ്ടതുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കുകയാണ്. നാളികേരം ഞാനിവിടെ മെഷറിംഗ് കപ്പ് കൊണ്ട് 1 കപ്പ് നാളികേരമാണ് ചേർത്ത് കൊടുക്കുന്നത്. നാളികേരം കുറച്ച് കൂടുതലാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് കൂടുതൽ നാളികേരം ഉണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഒരു മെഷറിംഗ് കപ്പിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. എരിവിന് അനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് ചുവന്നുള്ളിയാണ്. ഞാനിവിടെ ഒരു 10-15 അല്ലി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇത് വളരെ ചെറിയ ചുവന്നുള്ളിയാണ്. നിങ്ങളുടെ കയ്യിൽ വലിയ ചുവന്നുള്ളി ആണെങ്കിൽ ഒരു 10 അല്ലി മാത്രം എടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഒരുപാട് അരയണ്ട. പിന്നെ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കാനായിട്ട് പാടില്ല. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഉള്ളിത്തണ്ട് തോരൻ തയ്യാറാക്കാനായിട്ടുള്ള ബാക്കിയുള്ള പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ഫ്രൈങ് പാൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇന്ന് വെളിച്ചെണ്ണയിലാണ് തോരൻ തയ്യാറാക്കുന്നത്, അതല്ലാതെ സൺഫ്ലവർ ഓയിലല്ല. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയാലാണ് കറക്റ്റ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. വെളിച്ചെണ്ണ ചൂടായി കിട്ടിയാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. അടുത്തതായിട്ട് 2 സവാള ചെറുതായിട്ട് നുറുക്കിയതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. സവാള ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അധികം ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ചെറുതായിട്ട് വാടി കിട്ടിക്കഴിഞ്ഞാൽ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള നാളികേരക്കൂട്ടാണ്. നാളികേരം ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ തീരെ വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നാളികേരം നന്നായിട്ട് വഴറ്റിയെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് സ്പ്രിംഗ് ഒനിയൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുള്ള സ്പ്രിംഗ് ഒനിയനാണ്. ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സ്പ്രിംഗ് ഒനിയൻ്റെ തണ്ടിൽ തന്നെ ചെറുതായിട്ട് വെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ വെള്ളം തളിച്ചു കൊടുക്കൊന്നും വേണ്ട. വെറുതെ മൂടി വെച്ചിട്ട് വേവിച്ചാൽ മതി. പക്ഷെ അതിന് മുമ്പ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കാം. കണ്ടില്ലേ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇതിലത്തെ ചെറുതായിട്ടുള്ള വെള്ളമൊക്കെ ഈ ഈർപ്പൊക്കെ പോയിക്കോളും. ഇതിൽ ഈർപ്പൊക്കെ മുഴുവനായിട്ട് വറ്റിക്കിട്ടി കറക്റ്റായിട്ട് തോരൻ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഉള്ളിത്തണ്ട് തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞേക്കാണ്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇന്നത്തെ എൻ്റെ ഉള്ളിത്തണ്ട് തോരൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും പുതിയ വീഡിയോവുമായിട്ട് വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.